ആർക്കാണ് തദ്കിറത്ത്? തദ്കിറത്ത് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള തദ്കിറത്ത് ലഭിക്കുന്നതും ഉപകരിക്കുന്നതും ഫലപ്പെടുന്നതും ലിമൻ യഖ്ഷ, ലിമൻ യഖ്ഷ, ഖശിയത്തുള്ളവരാണ്. ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ഷ. യഖ്ഷ എന്ന് പറഞ്ഞാൽ ഖശിയ, യഖ്ഷ, ഖശിയത്ത്. അതെന്താ ഖശിയത്ത് എന്ന് പറഞ്ഞാൽ? ഖൗഫ്. അൽ ഖൗഫ് മാൽ മഹാബ. ഒരു പിന്നെ നമ്മൾ ഉണ്ടല്ലോ, ഒരാൾക്ക് ഗാംഭീര്യം കൽപ്പിച്ചിട്ടുള്ള പേടിക്കൽ, അതിനാണ് ഖശിയത്ത് എന്ന് പറയുക. ഖൗഫ് നമ്മളിപ്പോൾ ഒരാൾക്ക് ഗാംഭീര്യം കൽപ്പിച്ചാൽ ഇല്ലെങ്കിലും ചിലപ്പം പേടിച്ചെന്ന് വരും. പക്ഷേ ഒരാൾക്ക് മഹത്വം കൽപ്പിച്ചിട്ട് അയാളെ ഭയക്കുക എന്താ? അതാണ് ഖശിയത്ത്. അപ്പോൾ യഖ്ഷ എന്ന് പറഞ്ഞാൽ ഭയക്കുന്നു. മൻ യഖ്ഷ ഭയക്കുന്നവൻ. ലിമൻ യഖ്ഷ ഭയക്കുന്നവന് തദ്കിറത്തായി, ഭയക്കുന്നവന് തദ്കിറത്തായ നിലക്കാണ് നാം ഇറക്കിയെന്നാണ്. ഈ ഭയക്കുന്നവന് മാത്രം തദ്കിറത്തായിട്ടാണോ ഖുർആൻ ഇറങ്ങിയത്? അള്ളാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്? ഇൻഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ എന്നല്ലേ. വിശുദ്ധ ഖുർആൻ ദിക്റുൻ ലിൽ ആലമീൻ, സർവ്വലോകർക്കുമുള്ള ദിക്റാണ്, ഉത്ബോധനാണ് അല്ലേ. ദിക്റാ ലിൽ ആലമീൻ അങ്ങനെയും കാണാം. സർവ്വലോകർക്കുമുള്ള ദിക്റയാണ്. അപ്പോൾ പിന്നെ എന്താ ഇപ്പം ഇവിടെ ലിമൻ യഖ്ഷ എന്ന് പറഞ്ഞത്? ലിമൻ യഖ്ഷ എന്ന് പറഞ്ഞത് ഈ തദ്കിറത്ത് അത് ഫലപ്പെടുന്നത് ആർക്കാണ്? ലിമൻ യഖ്ഷ. അത് നേടുന്നത് ആരാണ്? ലിമൻ യഖ്ഷ. അത് ഉപകരിക്കുക ആരാണ്? ലിമൻ യഖ്ഷ. അവർക്ക് ഈ വിശുദ്ധ ഖുർആൻ്റെ തദ്കിറത്ത് ലഭിക്കുള്ളൂ, ഉപകരിക്കുള്ളൂ, ഉടമപ്പെടുത്താനാകൂ എന്നുള്ളതാണ്. അതില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും എന്താണ്? തദ്കിറത്താണ്. മാലോകർക്ക് മുഴുവൻ, അത് മുസ്ലിം ആവട്ടെ കാഫിർ ആകട്ടെ, എല്ലാവർക്കും മുഴുവൻ ലോകർക്കും തദ്കിറത്താണ് വിശുദ്ധ ഖുർആൻ. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിമൻ യഖ്ഷ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉപകരിക്കുന്നുണ്ട്. സൂറത്ത് യാസീൻ്റെ തുടക്കത്തിൽ നമുക്ക് വന്നില്ലേ, ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാൻ. റഹ്മാനായവനോട് ഖശിയത്തുള്ള ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, അതൊക്കെ ഉപകരിക്കും എന്നുള്ള അർത്ഥത്തിൽ. അള്ളാഹിനോട് ഖശിയത്തുള്ള, ഗൈബിൽ അള്ളാഹിനെ ഭയപ്പെടുന്ന അവർക്കാണ് ഇത് ഉപകാരപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഇന്നമാ തുൻദിറു മൻ യഖ്ഷാഹ, അതിനെ പരലോകത്തെ ഭയക്കുന്നവനെ നീ മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞു. അവർക്കാണ് ഇത് ഉപകാരപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് അവിടെ. അതേപോലെ ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, വഈദിനെ ഭയക്കുന്നവന് നീ ദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നീ തദ്കീർ നടത്തുക എന്ന് പറഞ്ഞു. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഖുർആൻ ഓതിയിട്ട് എന്ത് ചെയ്യണം? തദ്കീർ നടത്തണം. പക്ഷേ ഇത് ഫലിക്കുകയായിരിക്കാണ്, ഇത് കിട്ടുകയായിരിക്കാണ്, ഉപകരിക്കുകയായിരിക്കാണ് ഈ ഖശിയത്തുള്ളവർക്കാണ് എന്നുള്ള അർത്ഥത്തിലാണ്.